ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നല്ല കോൺഫിഡൻസോടെ നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോ ക്ലാസ്സിലും പറയുന്ന അതേ കാര്യം, എനിക്ക് അത് മാത്രമേ നിങ്ങളോട് സംസാരിക്കാനുള്ളൂ. സബ്ജക്റ്റിലേക്ക് വരുമ്പം കോൺസെപ്റ്റും കോണ്ടന്റും ഒക്കെ മാറും. പക്ഷെ നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പണിയെടുക്കുക. ക്ലാസ് കാണാനിരിക്കുമ്പം പ്രോപ്പറായിട്ടൊരു ബുക്കൊക്കെ കയ്യിൽ കരുതുക, ഒരു ബുക്കോ ഡയറിയോ ഒക്കെ കയ്യിൽ കരുതുക. നിങ്ങളത് കൃത്യമായ ഷോർട്ട് നോട്ടുകൾ എഴുതിയെടുക്കുക. പ്രോപ്പറായിട്ട് അതൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങൾ എന്താ പറയുന്നത്, ഒരു കാരണവശാലും ഒരു മടി കാണിക്കരുത് പഠിക്കാതിരിക്കാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ രസകരമായി കണ്ട ഒരു ചില വീഡിയോസ്, നമ്മുടെ ചില ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതില് ചിലർ പറയുന്നുണ്ട്, ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും കൊണ്ടൊക്കെ പഠിച്ചിട്ട് എന്ത് നേട്ടമാണ്. അത് പഠിച്ച് നേട്ടം ഉണ്ടാക്കേണ്ടവർ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പഠിക്കാത്തവരെ ഇതിരുന്ന് പറയുന്നത് അവർ സക്സസ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സൈൻ തീറ്റയും കോസ് തീറ്റയും മാത്രം പഠിച്ചാലേ സക്സസ് ആവൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് പഠിച്ചും സക്സസ് ആവാൻ പറ്റും എന്നുള്ളതൊരു കാരണമാണ്. മാത്രമല്ല, നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് കുറെ ഫുൾ A+ വാങ്ങാനോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനോ മാത്രമല്ല. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണ്ടേ? നമ്മളെ പ്രാക്ടീസ് ചെയ്യിക്കുകയൊക്കെയാണ്. നമ്മുടെ ഇന്റലക്ച്വൽ ആയിട്ടൊക്കെ ഉള്ള ബുദ്ധി, അതോടൊപ്പം തന്നെ നമ്മുടെ ഇതൊന്ന് വർക്ക് ചെയ്തിട്ട് ഇത് അനക്കണ്ടേ. അല്ലാതെ ചുമ്മാ എന്നാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തെക്കോടൊക്കെ നടന്നാൽ മതി നമ്മുടെ ബുദ്ധി കൂടുന്ന പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ, കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്ന വിശ്വാസത്തോടെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നു. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് കൈനമാറ്റിക് ഇക്വേഷന്റെ ഡെറിവേഷൻ, അതേപോലെ അതിനുശേഷം നമ്മൾ അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ കോൺസെപ്റ്റുകൾ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അതുപോലെ ബുള്ളറ്റ് പ്ലാങ്ക് പ്രോബ്ലം, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ള, ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കിൽ നിന്നും വളരെ സെലക്റ്റീവായിട്ട് എടുത്ത, എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സിമ്പിൾ ആണ്. The velocity of the bullet is reduced from 200 meter per second to 100 meter per second. അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയാവുന്ന ഡേറ്റാസ് ഒക്കെ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 200 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഫൈനൽ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറിയെന്ന് ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ദിസ് ബുള്ളറ്റ് ഈസ് റിട്ടാർഡിങ്, ഓക്കെ, വൈൽ ട്രാവലിംഗ് ത്രൂ എ വുഡൻ ബ്ലോക്ക് ഓഫ് തിക്നെസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഇതൊരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഇപ്പൊ ഇതൊരു വുഡൻ ബ്ലോക്ക് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഈ വുഡൻ ബ്ലോക്കിൽ യു ഇനിഷ്യൽ വെലോസിറ്റിയിൽ പെനിട്രേറ്റ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എസ് ട്രാവൽ ചെയ്തതിന് ശേഷമാണ് അതിന്റെ വെലോസിറ്റി വി ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ ഡിസ്റ്റൻസ് എസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 100 ആണ്. 10 ഡിവൈഡഡ് ബൈ 100 ആണ്. 0.1, ഐ മീൻ 0.1 എന്നോ അല്ലെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ഇങ്ങനെ 10/100 എന്നൊക്കെ എഴുതി വെച്ചേക്കുക. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു, കാരണം ഇതൊക്കെ മീറ്ററിലാണ്, ഓപ്ഷനും മീറ്ററിലാണ്, അതുകൊണ്ടാണ് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തത്. ദ റിട്ടാർഡേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ റിട്ടാർഡേഷൻ? അപ്പൊ വി ഉണ്ട്, യു ഉണ്ട്, എസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കുക? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2as എന്ന് എടുക്കും. കാര്യം റിട്ടാർഡേഷൻ ആണ്, സോ ഞാൻ നെഗറ്റീവ് എന്ന് എടുത്തു. ഓക്കെ ഓക്കെ, ക്ലിയർ. അപ്പൊ ഇനി ഇവിടെ നമുക്ക് എന്തെടുക്കാം? റിട്ടാർഡേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവൻ ഇപ്പുറത്ത് വരട്ടെ. സോ 2as ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ. Therefore റിട്ടാർഡേഷൻ എ എന്ന് പറയുന്നത് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s ആണ്. യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിട്ടാർഡേഷൻ എ ആണ്. യു സ്ക്വയർ, യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? യു എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ 200ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് 4 വരും. 100ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10⁻² എന്ന് എഴുതാം. ഓക്കെ അല്ലേ? 2 അല്ലെ, ഇവിടെ ഒരു 100 ആണ് അല്ലെ? 100ന്റെ ദ ഹോൾ സ്ക്വയർ ആണ്. സോറി, ഐ എം റിയലി സോറി, ഞാൻ എഴുതിയതിൽ ചെറിയ തെറ്റുണ്ട്. 200ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 200 × 200 ആണ്. അപ്പൊ 2 സീറോസ് അല്ലല്ലോ, 4 സീറോസ് ഉണ്ട്. അപ്പൊ 10⁴ എന്ന് എഴുതാം. മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ. വി എത്രയാണ്? 100 ആണ്. അപ്പൊ അഗെയിൻ 100ന്റെ സ്ക്വയർ എന്ന് എഴുതുമ്പോഴത്തേക്ക് 1 × 10⁻⁴ എന്ന് എഴുതാം. ഓൾ ഡിവൈഡഡ് ബൈ
ഡിവൈഡഡ് ബൈ 2s ആണ്. 2 ഇൻറ്റു എസ് നമുക്ക് 10/100 ആണെന്ന് അറിയാം. 10 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ 10 സ്ക്വയർ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ 10/100 1/10 എന്നോ എന്തെങ്കിലുമൊക്കെ എഴുതുക. അത് നിങ്ങളുടെ കൺവീനിയൻസ്. ഇനി 10⁴ കോമൺ ആയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. 10⁴ കോമൺ ആയിട്ട് മാറ്റി വെച്ചാൽ ഇവിടെ ഒരു 3 - 1 കിട്ടും. 4 - 1 കിട്ടും. 4 - 1 എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പൊ 3 ഇൻറ്റു 10⁴ എന്ന് കിട്ടുന്നു. ക്ലിയർ ആണല്ലോ. ഇവിടെ ഡിവൈഡഡ് ബൈ ഒരു 2 ഉണ്ട്. ഇവിടെ ഡിവൈഡഡ് ബൈ ഒരു 2 ഉണ്ട്. ഇവിടെ ഇവനെയും കൂടെ കട്ട് ചെയ്തിട്ട് ഒരു 1/10 കിട്ടും. ആ 10 മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ 10⁵ ആയിട്ട് മാറും. അപ്പൊ 3/2 എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ്. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1.5 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 15 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 15 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ ഡി എടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കാർ ബിഗിൻസ് driving from a stationary position. അപ്പൊ ഇനിഷ്യലി കാർ റെസ്റ്റിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഓക്കെ. ഇനി ഇറ്റ് ആക്സിലറേറ്റ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഫോർ 10 സെക്കൻഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, അപ്പൊ ഇനിഷ്യലി കാർ റെസ്റ്റിലാണ് അല്ലെ? ഇനിഷ്യലി കാർ റെസ്റ്റിലാണ്. ഇനിഷ്യൽ സ്പീഡ് 0. ആക്സിലറേറ്റ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേറ്റ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. ഫോർ 10 സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ആദ്യത്തെ 10 സെക്കൻഡ് സമയത്തേക്ക് അല്ലെ, t = 10 സെക്കൻഡ്. 10 സെക്കൻഡ് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യുന്നത് ആക്സിലറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞ, then travels at a steady speed another 10 സെക്കൻഡ്. അപ്പം ഇവിടുന്ന് ആദ്യത്തെ 10 സെക്കൻഡ് ട്രാവൽ ചെയ്തതിന് ശേഷം പിന്നെ ഇവൻ ഒരു സ്റ്റഡി സ്പീഡിലാണ് അടുത്ത 10 സെക്കൻഡ് ട്രാവൽ ചെയ്തത്. ഇത് T2 എന്നും നിങ്ങൾ ഇത് T1 എന്നും വിളിച്ചു. അപ്പൊ ആദ്യത്തെ 10 സെക്കൻഡ് ആക്സിലറേറ്റ് ചെയ്തു, പിന്നെ സ്റ്റഡി സ്റ്റേറ്റിലാണ് 10 സെക്കൻഡ് പോയത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇറ്റ് കവേർഡ്? ഒന്നുമില്ല, സിമ്പിൾ അല്ലേ, പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇവിടുന്ന് ആക്സിലറേറ്റ് ചെയ്യുവാണ്. അപ്പൊ എസ് കാണാൻ s = ut + ½ at² എടുത്താൽ മതി. അപ്പൊ T1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് S1 ആണെന്നും T2 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് S2 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ S1 കാണാൻ നമുക്ക് എങ്ങനെ എടുക്കാം? S = ut + ½ at². ഇത് T1 ആണ്, ഇത് T1 ആണ്. പക്ഷെ u 0 ആണ്, സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പൊ അത് u 0 ആയിരിക്കും. സോ എനിക്ക് ഇവിടുന്ന് കിട്ടും S1 = ½ ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് 4 ആണ്. T 10 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 10² എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലെ? ഇവിടുന്ന് ഇവനെ കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് 200 മീറ്റേഴ്സ് എന്ന് ഫസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും, S1 കിട്ടും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, S2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് സ്റ്റഡി സ്പീഡിലാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ u 0 ആണ്. അപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കാറിന് ഒരു v സ്പീഡ് കിട്ടണം അല്ലെ? അപ്പൊ ആഫ്റ്റർ 10 സെക്കൻഡ് അവന്റെ സ്പീഡ് v എത്രയാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് എഴുതാം ആഫ്റ്റർ 10 സെക്കൻഡ് v കാണാൻ എന്താ? v = u + a T1. u 0 ആണ്, പ്ലസ് a തന്നിട്ടുണ്ട് 4 ആണ്, ഇൻറ്റു T1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ v കിട്ടി 40 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടി അല്ലെ? ഈ മൊമെന്റിലെ വെലോസിറ്റി എനിക്ക് കിട്ടി 40 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. ഇനി ഈ വെലോസിറ്റിയിലാണ് ഇത് കോൺസ്റ്റന്റ് സ്പീഡിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സോ ദെയർഫോർ S2 എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അവിടുത്തെ സ്പീഡ് v ആണ്, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് T2 ആണ്. അപ്പൊ എത്രയാണ്? ഇത് 40 ആണ്. T2 എന്ന് പറയുന്നത് 10 ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഇത് എത്ര കിട്ടും? 400 മീറ്റേഴ്സ് എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ S1 + S2 ആണ്. S1 200 ആണ്, S2 എന്ന് പറയുന്നത് 400 ആണ്. ആൻഡ് ഫൈനലി നമുക്ക് എത്ര കിട്ടി? 600 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഈസി ആയിട്ട് ഓപ്ഷൻ സി എടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ
ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇത് ഉടനെ എന്റെ ക്ലാസ് അങ്ങ് കേൾക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഒരു 2 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ കേട്ടു. ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് അത് റെസ്യൂം ചെയ്ത് കാണാവുന്നതാണ്. അങ്ങനെ പഠിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ക്ലിയർ? കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കാർ ട്രാവലിംഗ് 20 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഡ്രൈവർ സീസ് എ ട്രാഫിക് ലൈറ്റ് ടേൺഡ് റെഡ്. അതായത് ഒരു കാറില്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കാറില് നമ്മളിങ്ങനെ വരിക, നമ്മുടെ BMW നമ്മളിങ്ങനെ വരുക. അപ്പൊ വരുന്ന സ്പീഡ് അവർ പറയുന്നുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? യെസ്. ഇനി എന്താ? ട്രാഫിക് ലൈറ്റ് ടേൺ റെഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് വരുമ്പോഴാണ് അദ്ദേഹം കാണുന്നത് ട്രാഫിക് ലൈറ്റ് റെഡ് ആയെന്നുള്ളത്. അപ്പൊ എന്താ? ആഫ്റ്റർ 0.4 സെക്കൻഡ് ദ റിയാക്ഷൻ ടൈം ദ ഡ്രൈവർ അപ്ലൈസ് എ ബ്രേക്ക്. അങ്ങനെ റിയാക്ഷൻ ടൈം ആണ് എടുത്ത് പറയേണ്ട കാര്യമില്ല, പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് 20 മീറ്റർ പെർ സെക്കൻഡ് ഇനിഷ്യൽ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുക, പെട്ടെന്ന് അയാൾ റെഡ് ലൈറ്റ് വീഴുന്ന കണ്ടു. 0.4 സെക്കൻഡിന് ശേഷമാണ് അയാൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ 0.4 സെക്കൻഡ് സമയം കൊണ്ട് അയാൾ ഇവിടം വരെ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം, ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവണം ഇപ്പൊ കാർ. ഈ മൊമെന്റിലാണ് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഇവിടെ കാർ എത്തുമ്പോഴും ഇവിടെ കാർ നിൽക്കുമ്പോഴും ഇതിന്റെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ? അതുവരെ ബ്രേക്ക് ഔട്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് അയാൾ റിയലൈസ് ചെയ്യുന്നു, റെഡ് സിഗ്നൽ വീണു, പെട്ടെന്ന് അയാൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു ഈ മൊമെന്റിൽ. ഓക്കെ. ആൻഡ് ഡീസിലറേറ്റ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം ഡീസിലറേറ്റ് ചെയ്തിട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇവന്റെ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് മാറും. ഫൈനൽ വെലോസിറ്റി 0 ആവാനുള്ള കാരണം എന്താ? അത് ഡീസിലറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡീസിലറേഷൻ എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് മാറി. ക്ലിയർ? ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് ദ കാർ. ജസ്റ്റ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്, അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. സാധാരണ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഇത്രയും പോയിന്റിലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഈസിയാണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച, ഒന്നെങ്കിൽ നിങ്ങൾ v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ മൈനസ് 2as വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഇത്രയും പോയിന്റിലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s എന്ന് പറയുന്നത് u സ്ക്വയർ ബൈ 2a ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് u സ്ക്വയർ, u എത്ര? 20 ആണ്. അപ്പൊ 20യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇവനെയും കൂടെ കട്ട് ചെയ്താൽ 100 എന്ന് കിട്ടും. 100 ബൈ 2 എന്ന് പറയുന്നത് 50 മീറ്റേഴ്സ് ആണ്. ഇത് മാത്രം ചിന്തിച്ച് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 50 മീറ്റർ എന്ന് കിട്ടും. ഇല്ല, കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാതെ ജസ്റ്റ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് കാണുന്നു, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നു, u സ്ക്വയർ ബൈ 2a അപ്ലൈ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു 50 മീറ്റർ. ദേ കിടക്കുന്നു ഓപ്ഷൻ 1. ഒരൊറ്റ കുത്ത് മനസ്സിൽ അങ്ങോട്ട് പ്ലാൻ ചെയ്യും, കാലിക്കട്ട് ആൻഡ് നീറ്റ് അങ്ങ് പ്ലാൻ ചെയ്യും, അവിടെ കിട്ടൂല. കാരണം എന്താ? സ്പെസിഫിക്കലി നിങ്ങൾ നോക്കണം, ഓഫ് എ കാർ as measured from the point where the driver first sees the red light. അയാൾ റെഡ് ലൈറ്റ് കാണാൻ തുടങ്ങിയത് ഇവിടെ വെച്ചിട്ടാ. എയിൽ എത്തുമ്പോഴാണ് അയാൾ റെഡ് ലൈറ്റ് കാണാൻ തുടങ്ങിയത്. ബിയിലാണ് അയാൾ റിയാക്ട് ചെയ്തത്, സിയിലാണ് പോയി നിന്നത്. ഈ ബി ടു സിയിലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആഫ്റ്റർ ബ്രേക്സ് അപ്ലൈഡ്. ഓക്കെ, ശരിയാണ്. പക്ഷെ അയാൾ സിഗ്നൽ കാണാൻ തുടങ്ങിയത് എയിലാണ്. അപ്പൊ ഈ ദൂരവും കൂടെ നമ്മൾ മെഷർ ചെയ്യണം. അപ്പൊ ആ ദൂരം അങ്ങനെ മെഷർ ചെയ്യാം. അപ്പൊ ഞാൻ ഈ ദൂരത്തെ AB, ഓക്കെ, ഇത് നിങ്ങൾക്ക് S2 എന്ന് വിളിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി S2 എന്ന് വിളിക്കാം. ഈ ഡിസ്റ്റൻസ് നമുക്ക് S1 എന്ന് വിളിക്കാം. അപ്പൊ S1 എങ്ങനെ കാണാം? S1 കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം എടുത്താൽ മതി. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം എടുത്താൽ മതി. അപ്പൊ അവിടുത്തെ സ്പീഡ് u ആണ്. ഇത് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് റിയാക്ഷൻ ആണ്. റിയാക്ഷൻ ടൈം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റിയാക്ഷൻ ടൈം എത്ര? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, 0.4 അല്ലേ തന്നിരുന്നത്? 0.4 സെക്കൻഡ് തന്നിട്ടുണ്ട്. സോ 0.4 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 10 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. 0.4 എന്ന് പറഞ്ഞാൽ 4/10 ആണ്. ഇവനെ കൂടെ കട്ട് ചെയ്താൽ 2 കിട്ടും. 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8 മീറ്റേഴ്സ് ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് S എന്ന് പറയുന്നത് S1 പ്ലസ് S2 ആണെന്ന് പറയുന്നത് 58 മീറ്റേഴ്സ് ആണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഓപ്ഷൻ വിളിഞ്ഞ് കിടപ്പുണ്ട്. ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. ഈ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന വിശ്വാസത്തോടെ നിങ്ങൾ നന്നായി പഠിക്കുക, കൂടെ പഠിക്കുക. വീഡിയോസ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ
കുറെ പേര് വീഡിയോ കാണുന്നുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സജഷൻ ഒക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ക്ലാസ് എടുക്കാൻ എനിക്കുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്. ഓക്കെ, എനിവേ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായ എന്ന വിശ്വാസത്തോടെ, ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ ഓക്കെ ആണെന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. യെസ്, എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് 50 km/h, കാറിന്റെ സ്പീഡ് 50 km/h, ക്യാൻ സ്റ്റോപ്ഡ് ബൈ ബ്രേക്ക് ആഫ്റ്റർ അറ്റ്ലീസ്റ്റ് 6 meter. അതായത് 50 km/h സ്പീഡിൽ വരുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 6 ആണ്. അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? എ കാർ മൂവിംഗ് വിത്ത് സ്പീഡ് 50 km/h ക്യാൻ ബി സ്റ്റോപ്ഡ് ബൈ ബ്രേക്ക് ആഫ്റ്റർ അറ്റ്ലീസ്റ്റ് 6 meter. ഓക്കെ, അപ്പൊ 50 വരുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 6 meter ആണ്. ഇഫ് ദ സെയിം കാർ മൂവിംഗ് അറ്റ് എ സ്പീഡ് 100 km/h, ദ മിനിമം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സെയിം കാർ 100 km/h വന്നാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, u² ഡിവൈഡഡ് ബൈ 2a ആണ്. ഓക്കെ, 2 കോൺസ്റ്റന്റ് ആണ്. റിട്ടാർഡേഷനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇവിടെ റിട്ടാർഡേഷനും കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതിന്റെ റീസൺ, അവര് തന്നിരിക്കുന്നത് 50 km/h സ്പീഡിൽ വരുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ 100-ൽ വരുമ്പോൾ എത്രന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും സ്പീഡും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടുന്ന് എനിക്ക് പറയാൻ പറ്റും, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു u² ആണ്. ഇമ്പോർട്ടന്റ് ആണ് ഈ കോൺസെപ്റ്റ്. ഇതൊക്കെ ബോർഡ് എക്സാമിനും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു u² ആണ്. നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഒന്നാമത്തെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s1 ആണ്, അല്ലെ? രണ്ടാമത്തെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s2 ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു u² ആണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ s1-ന് പ്രപ്പോർഷണൽ ആയിട്ട് ആര് വരും? u1 വരും. s2-ന് പ്രപ്പോർഷണൽ ആയിട്ട് ആര് വരും? u2 വരും. എന്നിട്ട് എന്തെടുത്താൽ മതി? അതിന്റെ ഒരു ഹോൾ സ്ക്വയർ എടുത്താൽ മതി. കാര്യം ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഇനിഷ്യൽ സ്പീഡ് ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഇനിഷ്യൽ സ്പീഡ് ആണ്. സോ s1 by s2 is equal to u1 by u2 the whole square. സിമ്പിൾ ആയിട്ട്, സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? പക്കയായിട്ട് മനസ്സിലായ മക്കളെ? ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തൊക്കെ, ഇതൊക്കെ ഒന്ന് വെക്കുക. ഇതൊക്കെ ചോദിക്കാറുണ്ട് മിക്കപ്പോഴും. അപ്പൊ അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് പഠിക്കുക. അത് നീറ്റ്, ജെഇ, കീം, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഇതിനൊക്കെ ഇത് ചോദിക്കാറുണ്ട്, ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. സോ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. സോ s1 എന്ന് പറയുന്നത് 6 meter ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് s2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി ചിലർ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 6 മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഓപ്ഷൻ മീറ്ററിലാണ്. അപ്പൊ ഈ km/h മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകും. അതിന്റെ ആവശ്യമുണ്ടോ? കാര്യം ഇവിടെ സ്പീഡുകളുടെ റേഷ്യോ ആണ്. അപ്പൊ നിങ്ങൾ സ്പീഡുകളുടെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് യൂണിറ്റുകളൊക്കെ അങ്ങ് പോകും. അതിന് ഏത് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്താലും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് റേഷ്യോ എടുക്കുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ u1 എന്ന് പറയുന്നത് എത്രയാ? 50 ആണ്. u2 എന്ന് പറയുന്നത് 100 ആണ്. ദി ഹോൾ സ്ക്വയർ എടുക്കാം. ഓക്കെ, ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. അപ്പൊ 1/2 താഴെ ആരാ? 2 ഉണ്ട്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 1/4 എന്ന് കിട്ടും. ആ 4 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ s2 കിട്ടും. 6 × 4 24 മീറ്റർ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടാവണം. 24 meters. ഓപ്ഷൻ സി. ഓപ്ഷൻ സി സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ ലോജിക്കിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. An aircraft has takeoff velocity 50 meter/second. ഒരു എയർക്രാഫ്റ്റ് ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ട വെലോസിറ്റി 50 meter. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഇത് എയർക്രാഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. അമ്മച്ചാണ് ഇത് എയർക്രാഫ്റ്റ് ആണ്. അടിപൊളി. ഈ എയർക്രാഫ്റ്റ് കുറേ ദൂരം റൺ ചെയ്ത് ഇവിടെ എത്തിക്കഴിയുമ്പോഴാണല്ലോ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ എയർക്രാഫ്റ്റ് റെസ്റ്റില്ല. ഇനിഷ്യൽ വെലോസിറ്റി 0. ഫൈനൽ വെലോസിറ്റി ഇവിടെ വെച്ചാണ് അത് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത്. അത് അവർ തന്നിട്ടുണ്ട് 50 meter/second ആണെന്ന്. ക്ലിയർ? യെസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റൺവേ? ഇതാണ് റൺവേയുടെ ലെങ്ത്. നീഡ് ഇഫ് ദ എയർക്രാഫ്റ്റ് ആവറേജ് ആക്സലറേഷൻ ഈസ് 2.5 meter/second². ഇവിടെ വെച്ചുള്ള ആക്സലറേഷൻ 2.5 meter/second² ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റൺവേയുടെ ഡിസ്റ്റൻസ് s എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം u0 ആണ്, എയർക്രാഫ്റ്റ് റെസ്റ്റിൽ അവിടെ കിടക്കുവാണ്. 50 meter/second ഉണ്ടെങ്കിൽ അത് ടേക്ക് ഓഫ് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ തന്നിട്ട് s കണ്ടുപിടിക്കാമല്ലോ. v² = u² + 2as. അപ്പൊ v അതുപോലെ v = s = ut + ½ at² പറ്റുമോ? ഇല്ല. s = u ഒന്നും ഇല്ല, പോട്ടെ. ടിയും തന്നിട്ടില്ല. അല്ല പിന്നെ ടി കണ്ടുപിടിക്കാൻ പോണം. അപ്പൊ v² = u² + 2as അല്ലെ?
വി എത്ര 50ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25,0,0 അല്ലേ 50ന്റെ സ്ക്വയർ 50 × 50 ഓക്കെ യു 0 ആണ് പ്ലസ് 2 ഇൻറ്റു എ എത്ര മക്കളെ എ 2.5 ആണ് ഇൻറ്റു എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെത്ര വരും മക്കളെ 2.5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഇത് 5 ആണ്. ഇതുകൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ ഒരു 5 കിട്ടും. സോ ദെയർഫോർ എസ് നമുക്ക് കിട്ടും 500 മീറ്റേഴ്സ്. 500 മീറ്റേഴ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. സിമ്പിൾ ആയിട്ട് ചെയ്യാം, ഒന്നുമില്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എ ബോഡി ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഓൺ പെനിട്രേറ്റിംഗ് 3 സെന്റിമീറ്റർ ഇൻ എ വുഡൻ ബ്ലോക്ക്. അതായത് ഇവിടെ ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്, ഇത് നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു ടൈപ്പ് ഓഫ് ഷോർട്ട് കട്ട് വേറൊരു മെത്തേഡ് ഒക്കെ പഠിപ്പിച്ചതാണ് ഞാൻ ഓൾറെഡി. നമുക്കിത് പക്ഷേ ഞാൻ ഡയറക്റ്റ് ഷോർട്ട് കട്ട് ആയിട്ട് ഒന്നും പറയുന്നില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ഇത് എങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാമെന്ന് തന്നെ നോക്കി പോവാം. ഓക്കെ, അപ്പം എ ബോഡി ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി പെനിട്രേറ്റിംഗ് 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഇതൊരു ബുള്ളറ്റ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക, ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. ഇത് ഇവിടുന്ന് 3 സെന്റിമീറ്റർ ഇങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്തു, 3 സെന്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എത്തി. അപ്പൊ അവന്റെ വെലോസിറ്റി എത്ര ആയിട്ട് മാറി? ഹാഫ് ആയിട്ട് കുറഞ്ഞു, എന്ന് വെച്ചാൽ u/2 ആയിട്ട് മാറി. അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? യെസ്, ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. അപ്പൊ ഹാഫ് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ പകുതി കുറഞ്ഞു, പിന്നെ ബാക്കി പകുതിയേ ഉള്ളൂ റൈറ്റ് നൗ. ഇത് ഇനിഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ഇത് റൈറ്റ് നൗ നമ്മുടെ ഇപ്പോഴത്തെ ഫൈനൽ വെലോസിറ്റി ആണ്. ഈ 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഉള്ള ഫൈനൽ വെലോസിറ്റി ആണ് u/2. ക്ലിയർ? ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ ഹൗ മച്ച് വിൽ പെനിട്രേറ്റ് മോർ കമ്മിങ് ടു റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എത്ര ദൂരം കൂടി പോയാലാണ് ഇവന്റെ ഫൈനൽ വെലോസിറ്റി, നമുക്ക് വി ഡാഷ് എന്ന് വിളിക്കാം, അത് 0 ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ദൂരം കൂടി പോകണം നമുക്കറിയില്ല. ഓക്കെ, നമുക്കപ്പോ എന്ത് ചെയ്യാം? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്, ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് u/2 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? അവിടുത്തെ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് കേസിൽ ഞാൻ എഴുതാൻ പോവാണ്, ഇത്രയും വെച്ചിട്ട് ഞാൻ എഴുതാൻ പോവാണ്, v² = u² - 2as അല്ലെ. അപ്പൊ ഇവിടുന്ന് 2as ഇപ്പുറത്ത് വരുന്നു, 2as = എന്ത് വരും? u² - v² എന്ന് വരും. സോ ഇവിടുന്ന് എന്ത് എഴുതാം? a = റിട്ടാർഡേഷൻ a = u² - v²/2s എന്ന് എഴുതാം. ഇത് ഇങ്ങനെ എഴുതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാര്യം ഇത് പലതവണ എഴുതുന്നത്, അതുകൊണ്ട് ഡയറക്റ്റ് നമുക്കിത് മനസ്സിൽ പറയാൻ പറ്റണം ഈ കോൺസെപ്റ്റ് ഒക്കെ. ഓക്കെ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ വീണ്ടും ഇത് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, യു എത്രയാണ്? ഓക്കെ, യു എന്ന് പറയുന്നത് u² തന്നെയാണ്, u² - v എത്രയാണ്? u/2 ആയിട്ട് മാറി. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ u²/4 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അത് അങ്ങനെ 3 സെന്റിമീറ്റർ തന്നെ എഴുതുക. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 4u². ശ്രദ്ധിച്ചിരിക്കണം, 4u² - u² ദാറ്റ് ഈസ് ഈക്വൽ ടു 3u² അല്ലെ. അപ്പൊ ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് 3u²/4 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2 × 3 എന്ന് കിട്ടും. 2 × 3 എന്ന് പറഞ്ഞാൽ താഴെ 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ ഇതും ഇതൂടെ കട്ട് ചെയ്യാം നിങ്ങൾക്ക്, അപ്പൊ താഴെ ഒരു 2 വരും. സോ ഫൈനലി എന്ത് കിട്ടും? ഫൈനലി u² ഡിവൈഡഡ് ബൈ 4 താഴോട്ട് വരുന്നു, 8 എന്ന് കിട്ടും. അപ്പൊ റിട്ടാർഡേഷൻ, ഇവിടുത്തെ റിട്ടാർഡേഷൻ എ എന്ന് പറയുന്നത് u²/8 ആണ്. നിങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ഇത് എന്ത് ചെയ്യും? ബുള്ളറ്റ് പെനിട്രേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സ്പീഡ് കുറയുവാണോ? ഒബ്വിയസ്ലി ഒരു ബ്ലോക്കിലോട്ട് പെനിട്രേറ്റ് ചെയ്താൽ അത് റിട്ടാർഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എഴുതിയത്, അതുകൊണ്ടാണ് ഇത് റിട്ടാർഡേഷൻ ആണ് ഞാൻ വിളിച്ചത്. അങ്ങനെ റിട്ടാർഡേഷൻ u²/8 എന്ന് നമ്മൾ കണ്ടുവച്ചു. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് റിട്ടാർഡ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ആണെന്നോട് അസ്യൂം ചെയ്യും. ഈ എക്സ് സെന്റിമീറ്ററോട് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് നിൽക്കും. എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് അവന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് അല്ലെ. യു പെനിട്രേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പോയിട്ട് ഇവിടെ പോയി നിൽക്കും. എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് അവന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് S is equal to u² divided by 2a. സോ ഞാൻ ഇവിടോട്ട് എഴുതുവാണ്, which is equal to s സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 3 + x ആണ്. 3 + x ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലെ, which is equal to u² / 2a.
യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിട്ടാർഡേഷൻ ആണ്. അത് എത്രയാണ്? യു സ്ക്വയർ ബൈ 8 ആണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇത് യു സ്ക്വയർ ബൈ 8 ആണ്. അപ്പൊ ആ 8 ഞാൻ മുകളിലോട്ട് കൊടുക്കുന്നതാണ്. ഈ യു സ്ക്വയർ കട്ട് ചെയ്യാം. 8/2 എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. 8/2 എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ എന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 3 + x 4 ആവണമെങ്കിൽ x എന്ന് പറയുന്നത് 4 - 3. സോ ഇതെന്ന് പറയുന്നത് നമുക്ക് 1 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഫർദർ 1 സെന്റിമീറ്ററോടെ പെനിട്രേറ്റ് ചെയ്താൽ മതി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ എന്ന് എടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാം. സിമ്പിൾ ലോജിക്കൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയെന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ. പ്രോപ്പർ ആയിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. യെസ്, ശ്രദ്ധിച്ചിരിക്കുക. എ സ്റ്റുഡന്റ്, കഴിഞ്ഞ ദിവസമാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട്, കീമിന്റെ ഇപ്പൊ അലോട്ട്മെന്റ് ഒക്കെ നടക്കുന്ന സമയമാണ്. എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന, സാർ എന്റെ റാങ്ക് 38,000 ആണ്, എനിക്ക് ഇന്ന കോളേജിലാണ് കിട്ടിയത്, ഇന്ന ഒരു കോളേജിലാണ് കിട്ടിയത്, പക്ഷെ എനിക്ക് ആ കോളേജ് ഇഷ്ടമല്ല സാർ, അത് ഭയങ്കര ലോ റേഞ്ച് കോളേജാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ആളെ പറ്റി, ആ ആളുടെ റാങ്കിനെ പറ്റിയല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ എൻട്രൻസ് എഴുതി റാങ്ക് വന്ന്, റാങ്ക് ലിസ്റ്റും വന്ന്, ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമാണ് ഈ ബോധം വന്നത്. അതാണ് പ്രശ്നം. ആ സമയത്താണ് സാർ ആ കോളേജ് എനിക്ക് മോശമാണ് സാർ, ആ കോളേജ് എനിക്ക് പറ്റത്തില്ല. പഠിക്കണം നമ്മള്. നിങ്ങളത് മനസ്സിലാക്കുക. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒരു പഠനത്തിന് ഒരു പ്രോപ്പർ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുക, ഒരു പ്രോപ്പർ ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക. ആ സമയത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ പഠിക്കും എന്ന് തീരുമാനിക്കുക. ഡെയിലി ജസ്റ്റ് 1 hour. നിങ്ങളോട് ഒരുപാടൊന്നും പഠിക്കാൻ പറയുന്നില്ല. ബാക്കി നിങ്ങളുടെ സ്കൂളിലെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ മാറ്റി വെച്ചു. ഡെയിലി ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ½ എൻ്റെ ഈ ചാനലിൽ നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യും. 1 വർഷം കൊണ്ട് നിങ്ങളെ ഫിസിക്സ് ഞാൻ ക്ലിയർ ആക്കി തരാം. പക്ഷെ നിങ്ങൾ അതിനുള്ള മനസ്സ് കാണിക്കണം, കൂടെ നിൽക്കണം. യെസ്, നമുക്ക് നോക്കാം. വരൂ. എ സ്റ്റുഡന്റ് ഈസ് സ്റ്റാൻഡിങ് അറ്റ് എ ഡിസ്റ്റൻസ് 48 മീറ്റർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സ്റ്റുഡന്റ് ഒരു ബസ്സിന്റെ 48 മീറ്റർ ബിഹൈൻഡ് ആണ് നിൽക്കുന്നത് അല്ലെ. എ സ്റ്റുഡന്റ് ഈസ് സ്റ്റാൻഡിങ് അറ്റ് എ ഡിസ്റ്റൻസ് 48 മീറ്റർ ഫ്രം ദ ബസ്. എ സ്റ്റുഡന്റ് ഈസ് സ്റ്റാൻഡിങ് അറ്റ് എ ഡിസ്റ്റൻസ് 48 മീറ്റർ ഫ്രം ദ ബസ്. ആക്ച്വലി ക്വസ്റ്റൻ അത് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. മേ ബി ഇത് ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് കയറ്റിപ്പോ അങ്ങനെ പറ്റിപ്പോയതായിരിക്കും. ആക്ച്വലി എ സ്റ്റുഡന്റ് ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ ബിഹൈൻഡ് ആണ്, ബിഹൈൻഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതാണ് നമ്മുടെ സ്റ്റുഡന്റ്, നമ്മുടെ കഥാനായകൻ. യെസ്, ഇവിടെ ഒരു ബസ്സുണ്ട്. അമ്മച്ചിയാണ്, ഇത് ബസ്സാണ്. ബസ്സിനേക്കാളും വലുതാണല്ലോ ചെക്കൻ. ആ, ബസ്സാണിത്. ക്വസ്റ്റ്യൻ ഈ പറഞ്ഞു, ചെക്കനും ബസ്സും തമ്മിലുള്ള ദൂരം. ചെക്കൻ 48 മീറ്റർ ബിഹൈൻഡ് ആണ് നിൽക്കുന്നത്. ക്ലിയർ? As soon the bus starts in motion, starts its motion. As soon the bus starts its motion with a velocity 2 meter per second, this bus move with a velocity 2 meter per second. 2 meter per second. The student starts running towards the bus with an acceleration 2 meter per second square. ഇവൻ അവിടെ റെസ്റ്റിലായിരുന്നു. അപ്പൊ ഇവന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. ഇവൻ റെസ്റ്റിലാണ്. പക്ഷെ ഇത് ജസ്റ്റ് മോഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെക്കൻ ഓടാൻ തുടങ്ങി വിത്ത് ആൻ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അവൻ അത്ര നേരം വേണ്ടായിരുന്നു. അത്ര നേരം അവിടെ കത്തിയടിച്ച് നിൽക്കുകയായിരുന്നു. നമ്മളെ പോലത്തെ ഏതോ ഉഴപ്പനാണ്, എന്നെയൊക്കെ പോലത്തെ നിങ്ങളെ പോലത്തെ ഉഴപ്പനാണ്. പക്ഷെ പെട്ടെന്നാണ് അവന്റെ ജീവിതത്തിന്റെ ബസ് സ്റ്റാർട്ടായത്. അപ്പൊ ആ ബസ്സിൽ കയറാനാണ് അവൻ ഓടിയത്. നല്ല ചളിയാണ്, എന്തേലും ആണ്. ചെക്കൻ ഓടി, ബസ് സ്റ്റാർട്ട് ചെയ്തു. ആ മൊമെന്റിൽ ചെക്കൻ ഓടി. ക്ലിയർ? The student starts running towards the bus with an acceleration 2 meter per second square. Assume the motion along a straight line road. The time for which a student catch the bus. എത്ര സമയം കൊണ്ട് ഈ ചെക്കൻ ഈ ബസ്സിനെ ക്യാച്ച് ചെയ്യും? അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ലോജിക്, നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ലോജിക് ഉണ്ട്. അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല. ഇവിടെ ആക്ച്വലി ഇതിനുള്ള സ്പേസ് പോരാ. അതുകൊണ്ട് ഞാനത് ഇങ്ങോട്ട് ഒന്നുകൂടി എടുത്ത് പറയാം. യെസ്, ഇതാണ് നമ്മുടെ റോഡെന്ന് വിചാരിക്കുക. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ ചെക്കൻ എന്ന് വിചാരിക്കുക. ചെക്കൻ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. അത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനിഷ്യലി, അല്ലെ? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനിഷ്യലി. ചെക്കൻ അവിടെ വടിയും കുത്തി നിൽക്കുമായിരുന്നു, വെറുതെ നിൽക്കുമായിരുന്നു. ഇനി വടി എന്തേന്ന് ചോദിക്കരുത്, വെറുതെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇവൻ 48 മീറ്റർ അകലെ ഉള്ള ഒരു ബസ്
48 മീറ്റർ അകലമുള്ള ഒരു ബസ്. ബസ്. ദിസ് ബസ് ഈസ് മൂവ് വിത്ത് എ വെലോസിറ്റി 2 meter per second. ആ ബസ് ഓടി അതിനു മുമ്പ് ഇത് എത്ര ദൂരം? 48 മീറ്റർ ആയിരുന്നു. ഇനി ഇവൻ ഇത് ക്യാച്ച് ചെയ്യണം. ഈ ചെക്കൻ ഓടി ഈ ബസ് ക്യാച്ച് ചെയ്യണം. എത്ര സമയത്തിനുള്ളിൽ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സമയം കൊണ്ട് ചെക്കൻ ഇത് ക്യാച്ച് ചെയ്യും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചെക്കൻ എന്ന് പറയുന്നത് കുഴപ്പമില്ലല്ലോ അല്ലേ? ഈ യുവാവ് ഈ ബസ്സിനെ പിടിക്കണമെങ്കിൽ, ബസ്സിനെ എടുക്കണമെങ്കിലോ, ബസ്സിൽ കയറണമെങ്കിൽ ഈവൻ ഓടി ഈ റോഡിൽ കൂടെ ഓടി ബസ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ബസ്സിൽ കയറുന്ന വിചാരിക്കും. നിങ്ങൾ അങ്ങ് ഇമാജിൻ ചെയ്യും. അതായത് ബസ് ഇവിടെ എത്തി, അവിടെ എത്തിയപ്പോഴത്തേക്ക് ബസ്സിന്റെ ഷേപ്പ് മാറി. ബസ് ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ, ശ്രദ്ധിച്ചിരിക്കണം, ബസ് ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ ബസ് ഓടിയ ദൂരം x ആണെന്ന് വിചാരിച്ചു. ബസ് ഓടിയ ദൂരം x. ക്ലിയർ? ബസ് ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ എടുത്ത ടൈം t ആണെന്ന് അസ്യൂം ചെയ്യും. ബസ് ഇവിടുന്ന് ഇവിടെ എത്താൻ എടുത്ത ടൈം t. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് ചെക്കൻ നിന്ന സ്ഥലം A ആണെന്ന് വിചാരിക്കുക. ചെക്കൻ നിന്ന സ്ഥലം A, ബസ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം B ആണെന്ന് വിചാരിക്കുക. അവസാനം അവർ ക്യാച്ച് ചെയ്ത, അവർ മീറ്റ് ചെയ്ത സ്ഥലം, അവർ സംയോജിച്ച സ്ഥലം, അവൻ ക്യാച്ച് ചെയ്ത സ്ഥലം, അവൻ ബസ്സിൽ കയറിയ സ്ഥലം C ആണെന്ന് അസ്യൂം ചെയ്യും. ബസ് ബിയിൽ നിന്ന് സിയിൽ എത്തുന്ന അതേ സമയം കൊണ്ട് ചെക്കൻ എയിൽ നിന്ന് സിയിൽ എത്തണം, എന്നാലേ ക്യാച്ച് ചെയ്യാൻ പറ്റും. ബസ് ബിയിൽ നിന്ന് സിയിൽ എത്തുന്ന അതേ സമയം കൊണ്ട് ചെക്കൻ എയിൽ നിന്ന് സിയിൽ എത്തണം. ഒരു കുന്തവും മനസ്സിലാവാത്ത ആൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ വളരെ പയ്യനെയാണ് ഞാനിത് പറയുന്നത്. സ്ലോ മോഷൻ ഫീൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ 1.5x ഇട്ടെന്ന് കണ്ടേക്കാം. അതല്ല, എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു തന്നെ പോകണം, ഞാൻ സാറിന്റെ ഒപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ അതേ സ്പീഡിൽ കാണുക, പക്ഷെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ബസ് ഇവിടുന്ന് ഇവിടെ എത്തുന്ന അതേ സമയം കൊണ്ട് ചെക്കൻ ഇവിടുന്ന് എത്തണം. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം ബസ് ഇവിടെ എത്താൻ എടുത്ത സമയം t. അപ്പൊ t ടൈം കൊണ്ട് ചെക്കനും ഇവിടെ എത്തണം. ക്ലിയർ? അപ്പൊ അവിടുത്തെ ടൈം ഇന്റർവൽ t ആണ്. ഇനി ബസിന്റെ സ്പീഡ് എത്രയാ? u ആണ്. ബസിന്റെ സ്പീഡ് എത്രയാ? u ആണ്. സ്പീഡ് ഇൻറ്റു ടൈം എടുത്താൽ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടും. ബസിന്റെ സ്പീഡ് u ആണ് അല്ലേ? അതിനെ ബസ് ട്രാവൽ ചെയ്ത ടൈം t ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത്, അപ്പൊ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് x എന്ന് പറയുന്നത് സ്പീഡ് 2 ആണ്, ടൈം t ആണ്. അപ്പൊ x = 2t എന്ന് കിട്ടി. പക്ഷെ ചെക്കൻ റെസ്റ്റിലാണ്. ചെക്കൻ അതേ t ടൈം കൊണ്ട് ബസ്സിനെ ക്യാച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. ബോയ് catches the bus in time t വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പയ്യൻ ഓടിയ ദൂരം, ചെക്കൻ ഓടിയ ദൂരം എത്രയാ? s = ut + ½ t². ചെക്കൻ ഓടിയ ദൂരം നമുക്ക് s എന്ന് വിളിക്കാം, which is equal to ut + ½ t². അപ്പൊ ചെക്കൻ ഓടിയ ദൂരം 48 + x. കാരണം ചെക്കൻ ഓൾറെഡി 48 മീറ്റർ ബിഹൈൻഡ് ആണ്. കൂടെ ഈ x ദൂരവും കൂടെ അവൻ ഓടണം. അപ്പൊ അവൻ ടോട്ടലി ഓടുന്ന ടോട്ടൽ s എത്ര എന്ന് ചോദിച്ചാൽ 48 + x ആണ്, which is equal to u0 ആണ്. ഇനിഷ്യലി അവൻ റെസ്റ്റിലായിരുന്നു, അപ്പൊ u0 ആണ്. ut + ½ × a × t². ½ × a × t². ക്ലിയർ? അപ്പൊ എനിക്ക് എഴുതാം 48 പ്ലസ് x നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുവച്ചു. x = 2t എന്ന് ഇവിടെ കണ്ടുവച്ചു. അപ്പൊ ഇവിടെ 2t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which is equal to 1/2 × a. എത്രയാണോ മക്കളെ? a എത്രയാ? ചെക്കൻ്റെ a അല്ലേ ഇത്? ചെക്കൻ്റെ a അല്ലേ? s = ut + ½ t². a എത്രയാ? 2 ആണ്. 2 × t² എന്നിട്ട് ഇവിടുന്ന് 2 ും 2 ഉം കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമാറ്റ് ആയി. t² അവിടെ തന്നെ കിടന്നോട്ടെ. ഇവിടെ കിടക്കുന്നവന്മാരെ രണ്ടിനെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പം -2t - 48 = 0 എന്ന് കിട്ടും. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ അവിടുന്ന് ടൈം സോൾവ് ചെയ്യാം. t = -b ഇവിടുന്ന് a b c ഒക്കെ അറിയാലോ. a 1 ആണ്, b -2 ആണ്, c -48 ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ -b എന്ന് പറഞ്ഞാൽ -2 ആണ്. -b ± √b², 2ന്റെ സ്ക്വയർ 4, b² -4 × a എത്രയാ? 1 ആണ്. 1 × c എത്രയാ? -48 ആണ്. അപ്പൊ ഇതങ്ങ് പ്ലസ് ആയിക്കോളും 48.
അപ്പം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a1 ആണ്. അപ്പൊ ഇത് അഗെയിൻ എത്ര കിട്ടൂടാ മക്കളെ? ഇത് മൈനസ് ഓഫ് മൈനസ് 2 ആകുന്നു, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എത്ര കിട്ടും? 48 ഇൻറ്റു 4 192. അയ്യോ ആണോ? 40 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. 48 ഇൻറ്റു 4 അല്ലേ? 16 160 192 60 യെസ് 192 192 4 196 196 ഡിവൈഡഡ് ബൈ 2. പെർഫെക്റ്റ് റൂട്ട് എന്തായാലും, അത് ദൈവം അനുഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇട്ട് പെടാപ്പാട് പെടുത്തിയാണ്. 196 എന്ന് പറയുമ്പോൾ റൂട്ട് 14 ആണ്. അപ്പം 2 പ്ലസ് ഓർ മൈനസ്, അതിൽ മൈനസ് എടുക്കണം. 2 മൈനസ് 14 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരും, ടൈം നെഗറ്റീവ് ആവില്ല. അപ്പൊ നമ്മൾ മൈനസിനെ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ 2 പ്ലസ് 14 ഡിവൈഡഡ് ബൈ 2, 14 2 16, 16 ബൈ 2 എന്ന് പറഞ്ഞാൽ 8 സെക്കൻഡ് കൊണ്ട് അവൻ അത് ക്യാച്ച് ചെയ്യും. വാവ്, സിമ്പിൾ 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 സിമ്പിൾ. 8 സെക്കൻഡ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാം. 1 ഡയമെൻഷൻ ഒക്കെ അടിപൊളി ചാപ്റ്ററാണ്, നല്ല രസമാണ് ചെയ്തു പോകാൻ. ഞാനും വളരെ എൻജോയ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാപ്റ്ററുകളാണ് ഇതൊക്കെ. യെസ്, അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ. പൊളി ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ, സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. ഇത് ഷോർട്സ് ആയിട്ടും ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഷോർട്സ് ആയിട്ടും ഇടണം, കാര്യം അത് രസമാണ്, കാരണം ഇതൊക്കെ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ 9th second of motion. In 9th second of motion, we can use the equation of motion. The initial speed 17 and retardation -2 എന്ന് തന്നിട്ടുണ്ട്. Distance traveled in 9th second. Distance traveled in nth second. Distance traveled in nth second കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. u plus a/2 into 2n - 1. അപ്പം നിങ്ങൾ ഇവിടെ അപ്പോൾ find the distance covered by a particle in 9th second. 9th second. Yes. Motion, we can use the equation of motion. Initial speed u17 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ u17 പ്ലസ് a റിട്ടാർഡേഷൻ ആണ് -2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു n എത്ര? 9. n എന്ന് പറഞ്ഞാൽ 9 ആണ്. 9th second എന്ന് പറയുന്നുണ്ട്. അപ്പം n എന്ന് പറഞ്ഞാൽ 9 ആണ്, -1 എന്ന് കിട്ടും. സോ ഇത് എത്ര കിട്ടും? 17. ഈ 2 വിനെ കൂടെ കട്ട് ചെയ്താൽ -1 എന്ന് കിട്ടും. 2 ഇൻറ്റു 9 18. 18 -1 17. അയ്യോ പണി പാളി. -17. അപ്പോൾ കിട്ടി 0 മീറ്റർ. അതെങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യം, കൈനമാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്ത് കിട്ടുന്ന ഈ എസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 9th second. 9th secondലെ അവന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ആക്ച്വലി കണ്ടുവച്ചത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാർട്ടിക്കിൾ ഇൻ 9th second ഓഫ് മോഷനിലെ ഡിസ്റ്റൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഒന്നും 0 അല്ല, നമ്മളിപ്പോ എടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത്, അതാ ഞാൻ പറഞ്ഞത് രസകരമാണ്. അതായത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ഒബ്ജക്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. മോഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, t = 0. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. v = u + at എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, v = u + at. ഞാനൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ u എത്രയാണ്? ഇവിടുത്തെ ഒരു ലോജിക്ക് ഇത് എങ്ങനെ മനസ്സിലാവുന്ന ചോദിച്ചാൽ, ദിസ് കാർ ഈസ് റിട്ടാർഡിങ്. കാർ റിട്ടാർഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ 17 m/s പൊക്കോണ്ടിരിക്കുന്ന കാർ റിട്ടാർഡ് ചെയ്ത് കുറെ കഴിയുമ്പോൾ നിൽക്കും, നിന്നിട്ട് ചിലപ്പോൾ തിരിച്ച് റിട്ടേൺ വരുമായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ നോക്കണം. v = u + at. ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ്, ഈ കാർ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇതിന്റെ v ഫൈനൽ അങ്ങ് 0 ആയെന്ന് അങ്ങ് അസ്യൂം ചെയ്യും. ചുമ്മാ ജസ്റ്റ് അസ്യൂം ചെയ്യും. എന്തായാലും എവിടെ പോയി നിൽക്കും, കാര്യം എന്താ? റിട്ടാർഡേഷൻ ആണ്. അപ്പൊ v = u + at. അപ്പൊ u + at അല്ല, u - at അല്ലെ? റിട്ടാർഡേഷൻ അല്ലേ? സോ v = u
-80. അപ്പൊ ഇത് വി ഫൈനൽ ആണ്. അത് എത്രയായി? 0 വിച്ച് ഈസ് ഈക്വൽ ടു യു എത്രയാ? യു 17 ആണ്. മൈനസ് എ എത്രയായിരുന്നു? എ 2 ആണ്. 2 ഇൻറ്റു ടി. സോ ദെയർഫോർ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? ടി ഈസ് ഈക്വൽ ടു 17/2 എന്ന് പറയുന്നത് 8.5 സെക്കൻഡ്സ്. 8.5 സെക്കൻഡ്സ്. അവിടെയാണ് ട്വിസ്റ്റ്. 8.5 സെക്കൻഡില് ഈ കാർ എന്ത് ചെയ്യും? റെസ്റ്റിലാവും. വി ഫൈനൽ 0 ആവും. അങ്ങനല്ലേ? 8.5 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അടിപൊളി ലോജിക്കാണ്, നല്ല കോൺസെപ്റ്റ് ആണ്. ഇത് വെറുതെ ഇരുന്നാലൊന്നും മനസ്സിലാവില്ല. ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചു വന്ന കോൺസെപ്റ്റും തിയറിയും പ്രോപ്പറായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. 8.5 സെക്കൻഡ് ആകുമ്പോൾ ഈ കാറിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ടി ഈക്വൽ ടു 0 ആയിരുന്നു. അത് കഴിഞ്ഞ് ടി ഈക്വൽ ടു 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി. നമ്മളോട് ചോദിച്ചത് 9th സെക്കൻഡിലെ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, 9th എന്ന് പറഞ്ഞാൽ എവിടൊക്കെയാ? ബിറ്റ്വീൻ 8 to 9 ആണ്. 8നും 9നും ഇടയിലുള്ള ദൂരമാണ് 9th അല്ലെ? 0 to 1 ഫസ്റ്റ്, 1 to 2 സെക്കൻഡ്, 1 to 2 സെക്കൻഡ്. അപ്പൊ 8 to 9 9th ആണ്. അപ്പൊ 8നും 9നും ഇടയിലാണ് 9. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 8 ആണെന്ന് വിചാരിക്കുക. ഇത് 8 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എത്രയാ? ഇത് 8.5 ആണ് സമയം. കാര്യം റെസ്റ്റ് ആയി. അപ്പൊ അങ്ങോട്ട് 8 to 8.5 പോയി, തിരിച്ച് 8.5 to 9 വന്നു. അവിടെയാണ് ട്വിസ്റ്റ്. കണ്ടോ? 8 to 8:30 അങ്ങോട്ട് പോയി, 8:30 to 9 തിരിച്ചു വന്നു. അതായത് 8ലും 9ലും അവന്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. ദാറ്റ് ഈസ് ദ ലോജിക്. ഇതെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, എങ്ങനെയാണ് ഇത് ക്ലിയർ ആവുന്നത്? ഇതെങ്ങനെ കത്തും? ഒന്ന്, ഇവിടെ ആക്സിലറേഷൻ അല്ല റിട്ടാർഡേഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനിഷ്യലി 70 m/s ഉള്ള വണ്ടി റിട്ടാർഡ് ചെയ്ത് കുറെ കഴിയുമ്പോൾ നിൽക്കുന്ന എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലാവും. ഹൗ? ബൈ പ്രാക്ടീസ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ തോന്നും. ക്ലിയർ? അപ്പൊ 8ാമത്തെ സെക്കൻഡിൽ പോയി, 8:30 ആയപ്പോൾ റെസ്റ്റ് ആയി, തിരിച്ച് 1/2 സെക്കൻഡ് കൊണ്ട് ഇങ്ങോട്ട് വന്നു. ക്ലിയർ? തിരിച്ച് 1/2 സെക്കൻഡ് കൊണ്ട് തിരിച്ചു വന്ന് ഇവിടെ വന്നു, തിരിച്ച് അതേ പോയിന്റിലെത്തി. അപ്പൊ 8ാമത്തെ സെക്കൻഡ് ഇവിടെ തന്നെയാണ്, 9ാമത്തെ സെക്കൻഡും അവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ 1 സെക്കൻഡിലുള്ള 8 to 9th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0 ആയിട്ട് മാറിയത്. പക്ഷെ ചോദിച്ചത് ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തോട്ട് പടം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ വണ്ടി പോയ ഇത് 0 സെക്കൻഡ് ആയിരുന്നു. ഓക്കെ, ഇത് 8ാമത്തെ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഇത് 8.5 ആണെന്ന് വിചാരിക്കുക. കാർ അങ്ങോട്ടാണ് പോകുന്നത്, അത് കഴിഞ്ഞ് കാർ തിരിച്ചാണ് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഫൈനൽ വെലോസിറ്റി എത്രയായിരുന്നു? 0 ആയിരുന്നു. അവിടെ പോയി നിന്നല്ലോ, ഫൈനൽ വെലോസിറ്റി 0 ആയി. ഇനി ഞാൻ എന്നാ എന്ന് ചോദിച്ചാൽ, എനിക്ക് ഇവിടുത്തെ എസ് കാണാമല്ലോ. എസ് ഇസ് ഈക്വൽ ടു ut + ½ at². ഞാൻ റിട്ടേൺ എടുക്കും. റിട്ടേൺ തിരിച്ചു വരുന്ന ആ ഹാഫ് ജേർണി എടുക്കും. കാര്യം ഇവിടുത്തെ വെലോസിറ്റി എനിക്ക് അറിയില്ല, ഇവിടുത്തെ വെലോസിറ്റി ഇനി കണ്ടുപിടിക്കാൻ പോകണം, അതിന്റെ ആവശ്യമില്ല. പകരം എന്ത് ചെയ്യും? ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി 0 ആയല്ലോ. ഫൈനൽ വെലോസിറ്റി 0 ആയതിനു ശേഷമല്ലേ ഇവൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ഈ ഫൈനൽ വെലോസിറ്റി 0 എന്നുള്ളത് ഇനിയും തിരിച്ചു വരുമ്പോൾ എന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. u 0 ആയി. അങ്ങനെയാണെങ്കിൽ ഈ ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനെ ഞാൻ S1 എന്ന് അങ്ങോട്ട് വിളിക്കാൻ പോവാ, ചെറിയ ദൂരത്തിനെ. അങ്ങനെയാണെങ്കിൽ S എന്ന് പറയുന്നത് ut + ½ at² ആണ്. അപ്പൊ S1 എന്ന് പറയുന്നത് തിരിച്ചു വരുമ്പോൾ u 0 ആയി പോയി. അവിടെ പോയി റെസ്റ്റിലായിട്ട് തിരിച്ചു വരുവാണ്. അപ്പൊ അവിടെ പോയി റെസ്റ്റിലായി, പിന്നെ തിരിക്കുമ്പോഴത്തേക്ക് u 0 ആണ്. അപ്പൊ u 0 ആയി പോയി, വിച്ച് ഇസ് ഈക്വൽ ടു ½ into a എന്ന് പറഞ്ഞ 2 ആണ് അല്ലെ? a എന്ന് പറഞ്ഞ 2 ആണ്, ഇൻറ്റു t². അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇൻറ്റു t². ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വെറും 0.5 സെക്കൻഡ് ആണ്. അപ്പൊ 0.5ന്റെ സ്ക്വയർ എന്ന് എഴുതണം. 0.5ന്റെ സ്ക്വയർ എന്ന് എഴുതണം. ഇവിടുന്ന് 2ഉം 2ഉം കട്ടായി പോയി. നിങ്ങൾക്ക് S1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.25 എന്ന് കിട്ടും. 0.25 എന്ന് കിട്ടും. പക്ഷേ മനസ്സിലാക്കുക, 0.25 കൊണ്ട് ആൻസർ ആയോ? ഇല്ല. ചോദിച്ചത് എന്താ? ചോദിച്ചത് ഡിസ്റ്റൻസ് ഇൻ 9th സെക്കൻഡ് ആണ് ചോദിച്ചത്. ഇൻ 9th സെക്കൻഡ് ആണ് ചോദിച്ചത്. അപ്പൊ ഡിസ്റ്റൻസ് ഇൻ 9th സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 8 to 8:30 വരും,
തിരിച്ച് 8:30 to 9 വരും. അതാണ് ഡിസ്റ്റൻസ് ഇൻ 9th സെക്കൻഡ്, അതായത് 8 to 9. അപ്പൊ 8 to 8 വരും. തിരിച്ചുള്ള ആരെയും കൂടെ വരും. തിരിച്ചുള്ളതല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളൂ നമ്മൾ. എത്ര? S1 0.25. അപ്പൊ എന്തെടുക്കണം? ആ ഡിസ്റ്റൻസ് കാണാൻ 2 times S1 എടുക്കണം. കാര്യം S1 എന്ന് പറഞ്ഞാൽ ഇതാണ് ചോദിച്ചത്, ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും തിരിച്ചുള്ളത് എടുക്കണ്ടേ? ക്ലിയർ? S2 S1. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 into S1 എത്രയാ? 0.25 ആണ്. ക്ലിയർ? അപ്പൊ എത്ര വരും? 25 into 2 50 ആണ്. അപ്പൊ എത്ര കിട്ടി? 0.5 മീറ്റർ എന്ന് കിട്ടും. 0.5 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ? 0.5 മീറ്റർ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. 0.5 മീറ്റർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. അന്തസ് ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മേ ബി വീഡിയോക്ക് കുറച്ച് ലെന്ത് കൂടിയിട്ടുണ്ടാവും. കാര്യം നല്ല കൺസെപ്റ്റ് ഓറിയന്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ലെന്തി ആയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നുള്ളൂ. എ കാർ ആൻഡ് ട്രക്ക് സ്റ്റാർട്ട്സ് ഫ്രം സെയിം പോയിന്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ കാർ ആൻഡ് ട്രക്ക് സ്റ്റാർട്ട്സ് ഫ്രം സെയിം പോയിന്റ് along the same direction. ഇതൊരു കാറാണ്. അമ്മച്ചിയാണ്. ഇത് കാറാണ്. ഇത് ട്രക്കാണ്. കണ്ടോ? ട്രക്കാണെന്ന് മനസ്സിലാവും. കണ്ടാലേ മനസ്സിലാവും. സ്റ്റാർട്ടിങ് ഫ്രം ദ സെയിം പോയിന്റ്. കാർ വിത്ത് എ സ്പീഡ് 2 meter per second, ആക്സിലറേഷൻ 2 meter per second square. കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 2 meter per second ആണ്. അതേപോലെ കാറിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2 meter per second square ആണ്. ഓക്കെ. ആൻഡ് ട്രക്ക് വിത്ത് എ സ്പീഡ്, ട്രക്കിന് സ്പീഡ് കൂടുതലാണ്. ട്രക്കിന്റെ സ്പീഡ്, അപ്പൊ ഇത് ഇനിഷ്യൽ സ്പീഡ് ഓഫ് കാർ, ഇത് ഇനിഷ്യൽ സ്പീഡ് ഓഫ് ട്രക്ക് എന്ന് പറയുന്നത് 20 meter per second ആണ്. ഓക്കെ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ടൈം ആഫ്റ്റർ വിച്ച് കാർ ഓവർടേക്സ് ദ ട്രക്ക്. കാര്യം കാറിന് ഇനിഷ്യലി സ്പീഡ് കൂടുതലാണ്. അപ്പൊ ഉറപ്പായിട്ടും കാർ വേണം. കാർ അല്ലല്ലോ, ഐ എം സോറി, ട്രക്ക് അല്ലേ. ഫൈൻഡ് ടൈം ആഫ്റ്റർ വിച്ച് കാർ ഓവർടേക്സ്. ഓക്കെ. ട്രക്കിനാ സ്പീഡ് കൂടുതൽ. അപ്പൊ ട്രക്ക് സ്പീഡ് കൂടുതലായിട്ട് ട്രക്ക് ആദ്യം കുറെ ദൂരം അങ്ങ് പോകും. പക്ഷെ കാറ്, ട്രക്ക് പോകുന്നത് കോൺസ്റ്റന്റ് സ്പീഡിലാണ്. പക്ഷെ കാറിന് എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. അപ്പൊ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്പീഡ് കൂട്ടി എടുക്കാനുള്ള കപ്പാസിറ്റി കാറിനുണ്ട്. കുറെ കഴിയുമ്പോൾ ഈ കാർ ഇവിടെ എത്തി ഇവരെ അങ്ങ് ഓവർടേക്ക് ചെയ്യും. അപ്പൊ രണ്ടുപേരും ട്രാവൽ ചെയ്ത് ദൂരം സെയിം ആയിരിക്കും. രണ്ടുപേരും ട്രാവൽ ചെയ്ത് ദൂരം സെയിം ആവും. രണ്ടുപേരും ട്രാവൽ ചെയ്ത ടൈമും സെയിം ആവും. അപ്പൊ എന്തെടുത്താൽ മതി? S is equal to ut plus half at square എടുത്താൽ മതി. കാര്യം രണ്ടുപേരും ട്രാവൽ ചെയ്ത് ദൂരം സെയിം ആണല്ലോ. അപ്പൊ ഒന്നാമത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രക്ക്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രക്ക് ഞാൻ ST എന്ന് വിളിക്കാം. S is equal to ut plus half at square. പക്ഷെ ഇതിന് A ഇല്ല. അതുകൊണ്ട് S is equal to ut എടുത്താൽ മതി. A ഇല്ല. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ സ്പീഡ് ഓഫ് ദ ട്രക്ക് ഇൻറ്റു ആ ടൈം T എന്ന് വിളിക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ദ ട്രക്ക് 20 ആണ്, ടൈം T എന്ന് എടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1. അടുത്തത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ എടുക്കാം. SC വിച്ച് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. U എന്ന് പറഞ്ഞാൽ S is equal to U ഓഫ് കാർ ഇൻറ്റു T, ut പ്ലസ് ഹാഫ് A ഓഫ് കാർ ഇൻറ്റു T സ്ക്വയർ എന്ന് എടുക്കണം അല്ലേ. അപ്പൊ എന്നാ വരും? സ്പീഡ് ഓഫ് കാർ എത്രയാ? 2 ആണ്. അപ്പൊ 2T പ്ലസ് ഹാഫ് ഇൻറ്റു A എത്രയാ? 2 ഇൻറ്റു T സ്ക്വയർ. അപ്പൊ ഇവിടുന്ന് 2ഉം 2ഉം കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഫൈനലി ഇത് എത്ര കിട്ടും? 2T പ്ലസ് T സ്ക്വയർ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവര് തമ്മിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രക്ക് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ആവും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രക്കും കാറും ഈക്വൽ ആവും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രക്ക് എത്രയാ? 20T ആണ്. 20T ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ട്രാവൽഡ് ബൈ ദി കാർ എത്രയാണ്? 2T പ്ലസ് T സ്ക്വയർ. 2T പ്ലസ് T സ്ക്വയർ. ഇത് 20T ആണ്, ഇത് 2T ആണ്. ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് അത് എത്ര വരും? 18T ആവും. 18T ഈസ് ഈക്വൽ ടു T സ്ക്വയർ. ഇവിടുന്ന് ഒരു Tയും Tയും കട്ട് ചെയ്യാം. സോ ഫൈനലി നമുക്ക് T എന്ന് പറയുന്നത് 18 സെക്കൻഡ് എന്ന് കിട്ടും. ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം 18 സെക്കൻഡ്. ഓപ്ഷൻ ഡി. വാവ്, സിമ്പിൾ ലോജിക്. ഇത് ഓൾറെഡി ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ മറ്റേ ബസ്സിലും പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺസെപ്റ്റ് പക്കയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനോട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ജെയ് മെയിൻസ് 2023. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനെ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജെയ് മെയിൻസിനെ ചോദിച്ചത് ലോക തോൽവി ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി 10. U തന്നിട്ടുണ്ട് അല്ലേ? U10 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. along the x direction and accelerate uniform rate. Acceleration തന്നിട്ടുണ്ട് 2 meter per second square. Then time taken by the particle to reach the velocity 60. V 60 ആവാൻ എടുത്ത സമയമാണ് ചോദിച്ചത്. എന്ത് ക്വസ്റ്റ്യൻ ആയത്? V ഉണ്ട്, U ഉണ്ട്, A ഉണ്ട്, T കാണാം.
വി ഈക്വൽ ടു യു പ്ലസ് 80. ജെയ് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കഷ്ടമായി പോയി. വി ഈക്വൽ ടു യു പ്ലസ് 80. വി എത്രയാ? 60, വിച്ച് ഈസ് ഈക്വൽ ടു യു എത്രയാ? 10 പ്ലസ് എ എത്രയാ? 2 ഇൻറ്റു ടി. ഭയങ്കരം തന്നെ കണ്ടോ. 60 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 വിച്ച് ഈസ് ഈക്വൽ ടു 2t. നമ്മളോട് ചോദിച്ചത് ടി കാണാനാണ്. ദാറ്റ് ഈസ് 50/2 വിച്ച് ഈസ് ഈക്വൽ ടു 25 സെക്കൻഡ്സ് എന്ന് കിട്ടും. 25 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ 1 എടുക്കാം. ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. അതായത് ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. വിച്ച് മീൻസ് ദാറ്റ് മര്യാദയ്ക്ക് ഈ വീഡിയോ ക്ലാസ് കണ്ട് പഠിച്ചാൽ മതി. നീറ്റും ജെയും ഒക്കെ നമുക്ക് പുല്ല് പോലെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഐ എം സോറി, പുല്ല് പോലെ വേർഡ് ഈസ് റോങ് അല്ലേ? ഐ എം സോറി. അതുകൊണ്ടോ ആർക്കറിയാം, ഞാനൊരു നാട്ടും പുറത്തുകാരനാണ്, അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. എനിവേ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഇനിയും നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.